പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, റഹ്മത്തുള്ള ഖാസിമി പറ്റിച്ച ഒരു കഥയാണ് ഇന്ന് പറയാനുള്ളത്. പറ്റിച്ചു എന്ന് പറഞ്ഞാൽ, പണ്ട് ഇദ്ദേഹം ഒരു പ്രഭാഷണം നടത്തിയിരുന്നു. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആദർശങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടുള്ള അതിമനോഹരമാകുന്ന ഒരു പ്രഭാഷണം. ആ ഒരു ഭാഗം നമുക്ക് കേട്ടുവരാം. ഏതോ മക്ബറയിൽ 4 വട്ടം പോയി ദുആ ചെയ്ത് പോരുന്നു എന്നാണ് ഇവിടെ മലപ്പുറത്തും കോഴിക്കോട്ടും ഒക്കെ ഉള്ള ചില ഔലിയാക്കന്മാരെ കറാമത്ത്. ഓലിങ്ങനെ ഇടക്കിടക്ക് എവിടെയെങ്കിലും മക്ബറയിൽ പോയി സിയാറത്ത് ചെയ്യുന്ന മഹാന്മാരാണ് എന്നതാണ് ഈ കോഴിക്കോട്ടും പരിസരത്തൊക്കെ ഉള്ള ചില കോഴിക്കോട്ടെ ജില്ലയിലുള്ള പല മഹാന്മാരുടെയും മഹാഹോജമാരുടെയും കറാമത്ത്. പറയണ്ട, നിങ്ങൾ പറയിപ്പിക്കേണ്ട, നിങ്ങൾ ഏർപ്പാട് നിങ്ങൾക്ക് നിർത്തുന്ന നല്ലത്. മനുഷ്യന്മാരെ കുരങ്ങാക്കരുത്. ഈ പരിപാടിയൊക്കെ നിർത്തണം. മനുഷ്യന്മാർക്ക് എനിക്ക് കഴിയാത്ത കാര്യം കഴിയൂല എന്ന് പറയണം. എന്തിനായി മനുഷ്യനെ കുരങ്ങൽപ്പിക്കേണ്ട ആവശ്യം? ഇൽമില്ലാത്ത ആളുകൾ, അക്ഷരജ്ഞാനമില്ലാത്ത ആളുകൾ, ഒരു ഏർപ്പാടില്ലാത്ത ആളുകളാണ്ട് ഔലിയാപ്പാവുക. പിറ്റേന്ന് അവന് പിറുപുറു 4 ദിവസം അവൻ്റെ അജ്മീർ പോവുക. 5ാമത്തെ ദിവസം അവൻ താടിയും വെച്ചിട്ട് പുറു നിറഞ്ഞു വരിക. അവൻ അലിപ്പറിയോ ബാ അറിയോ ഒന്നും അറിയില്ല. ഈ ജാതി കുറച്ച് കച്ചവട ഔലിയാക്കന്മാർ ഇറങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ കണ്ടു കെട്ടണ്ടടാ. ഇത് തമാശയല്ല പറഞ്ഞത്. ഏത് ഔലിയാണിവൻ? എവിടുത്തെ ഔലിയാണിവൻ? ഇതൊക്കെ ആലിമീങ്ങൾ നല്ല പോലെ ശക്തമായി പറയണം. ആരും പേടിക്കേണ്ട ആവശ്യമില്ല. ഇവരെ കയ്യിൽ ഔലിയില്ല, ശർക്കരയില്ല, ഒന്നുമില്ല. ഇവർ ഔലിയല്ല, ഇവർ ശർക്കര പാപ്പയല്ല, ഇവർ ഔലിയ പാപ്പയല്ല, ഇവരൊരു പാപ്പയല്ല. ഇവരോരെ വീട്ടിലെ പാപ്പയാണ്. അവർക്ക് ഇങ്ങനെ വലിയ വലിയ വീട് കയറ്റണം, ലക്ഷക്കണക്കായ ബിസിനസ്സുകൾ നടത്തണം, ഉള്ള വീട് കുത്തിപ്പൊളിച്ചിട്ട് വീട് കയറ്റണം. ഒരു പെണ്ണ് മടിയാതെ വരുമ്പോ അടുത്ത പെണ്ണിനെ കല്യാണം കഴിക്കണം. നാട്ടിലെ കമ്പനിയിൽ മുഴുവനും അവർക്ക് അക്കൗണ്ട് തുടങ്ങണം. ഇതിനുള്ള ഏർപ്പാടാ. എന്നിട്ട് ഇതൊക്കെ വരവ് ചെയ്യാണ്. എല്ലാം വരവ് ചെയ്യുന്നത് സുന്നത്തി ജമാഅത്തിന്റെ അക്കൗണ്ടിലേക്കാണ്. ഇതിന് മുമ്പിൽ പറയുന്നത് വ്യാജ സിദ്ധന്മാർക്കെതിരെ, കള്ള ഔലിയാക്കൾക്കെതിരെ അദ്ദേഹം വളരെ ശക്തമായി ശബ്ദിക്കുന്നു. അത് എല്ലാ ഉലമാവും ശബ്ദിക്കണമെന്നും അദ്ദേഹം പറയുന്നു. അപ്പോൾ ഈ വാക്കുകളൊക്കെ കേട്ട് വിശ്വസിച്ചുകൊണ്ട്, ഇദ്ദേഹത്തിനെ വിശ്വസിച്ചുകൊണ്ട് ചില ഉസ്താദുമാരൊക്കെ എന്ത് ചെയ്തു? ഈ കള്ള ഔലിയാക്കൾക്കെതിരെയൊക്കെ സംസാരിക്കാൻ തുടങ്ങി. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആദർശങ്ങൾ പറയാൻ തുടങ്ങി. അപ്പോൾ ഇത് പറയാൻ തുടങ്ങിയപ്പോൾ ഈ പറഞ്ഞ ഉസ്താദുമാർക്കെതിരെ തന്നെ മൂപ്പര് ഇപ്പോൾ ഇതാ രംഗത്ത് വന്നിരിക്കുകയാണ്. അതുകൂടെ കേൾക്കാം. ഇപ്പോൾ ഔലിയാക്കന്മാർക്കെതിരെ സംസാരിക്കുന്ന ഏറ്റവും വലിയ വിഭാഗം സുന്നി മൂല്യന്മാരാണ്. അവർക്ക് അല്ലാഹു കണ്ണ് തുറക്കാൻ വേണ്ടി കൊടുത്ത സൂറത്താണ് എന്ത്? അത് നിന്റെ പത്തുൽ മോനിന് നേരെ എതിരും ആര് ചെയ്യാം? അവരെ ശരീരത്തിൽ വേറെ ഇരിക്കും. അപ്പോൾ മൂപ്പര് ആദ്യം പറഞ്ഞത് കേട്ട് വിശ്വസിച്ച് അമൽ ചെയ്ത ആളുകളെ ഇദ്ദേഹം വളരെ നൈസായിട്ട് പറ്റിച്ചു. ഇനി ഇപ്പോൾ ഈ പറഞ്ഞ വിഷയം എന്താ? ഔലിയാക്കൾക്കൊക്കെ വേറെ ശരീഅത്താണ് എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒരു ശരീഅത്തുണ്ടോ? അങ്ങനെ ഔലിയാക്കൾക്ക് വേറെ ശരീഅത്ത് ഉണ്ടാവുകയാണെങ്കിൽ ഇവിടെ വലിയ അപകടം ഉണ്ടാവില്ലേ? ആ അപകടം എന്താണ്? അത് ഖാസിമി തന്നെ കുറച്ച് മുമ്പ് പറഞ്ഞത് നമുക്കൊന്ന് കേട്ട് വരാം. ആൺകുട്ടിയുടെ പിന്നാലെ നടക്കുന്ന ഒരാൾ ആൺകുട്ടികളെ പിന്നാലെ നടക്കുന്നുണ്ടെങ്കിൽ, ഒരാൺകുട്ടികളെ പിന്നാലെ നടക്കുക എന്നുണ്ടെങ്കിൽ ഓൻ വലിയ ഔലിയാണ്. ഓൻ്റെ ഔലിയത്തരത്തിൽ നിങ്ങളൊരു വലിയ വെക്കണ്ട. ഓൻ വലിയ തലയെക്കെട്ടുകാരനാണ്, ഓൻ വലിയ ഔലിയാണ്. അത് അള്ളാഹു ഹറാമാക്കുകയും ആൺകുട്ടികളെ പിന്നാലെ നടക്കൽ അള്ളാഹു ഹറാമാക്കി എന്ന് മാത്രമല്ല, അള്ളാഹു തആല ഒരു ജനതയെ അട്ടിമറിച്ചിട്ടുണ്ട്. നീ വായന ഔലിയായാലെന്താ? എന്ത് ഔലിയ? മൂലക്കെട്ട് ചവിട്ടണം എന്നല്ലാതെ എന്ത് ഔലിയ? ഒന്നും ദീനല്ല, ദീനാണ് മാനദണ്ഡം. അതായത് ഔലിയാക്കൾക്ക് എല്ലാ ഹറാമും ചെയ്യാം, എല്ലാ തെമ്മാടിത്തരം ചെയ്തിട്ട് ഇത് അവരുടെ ശരീഅത്താണ് എന്ന് പറയാം. കള്ളു കുടിക്കാം, പെണ്ണ് പിടിക്കാം, എല്ലാം ചെയ്യാം, ഒന്നിനൊരു കുറവില്ല. എന്നിട്ടോ അത് അവരുടെ ശരീഅത്താണ്. അത് നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. നിങ്ങൾ ലാഹിറിൻ്റെ ആളുകളാണ്, ബാഹ്യമായ കാര്യങ്ങളെ നിങ്ങൾക്ക് അറിയുള്ളൂ. അതാണ് നിങ്ങളെ ഫത്വയിൽ മുന്നിലുള്ളത് എന്നാണ് മൂപ്പര് പറയുന്നത്. എത്രമാത്രം അപകടമാണിത്! ഇത് ബഹുമാനപ്പെട്ട ഔലിയാക്കളുടെയൊക്കെ നേതാവാണല്ലോ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്ൻ അലവിയിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു അവിടുത്തെ കിതാബിൽ പറയുന്നത് കാണാം. അവിടുന്ന് ജുനൈദ് റളിയല്ലാഹു അൻഹു തൊട്ട് ഉദ്ധരിക്കുന്ന ഒരു സംഭവം. മഹാനവറുകൾ പറയാണ്, ലാ യസ്തഹിഖുർ റജുലു അൻ യകൂന ശൈഖൻ. ഒരാൾക്ക് ഷെയ്ഖാകാൻ പറ്റൂല. ഹത്താ യഖുദ ഹദ്ദൻ മിൻ കുല്ലി ഇൽമിൻ ശർഈൻ. ശർഈയായ ശരീഅത്തിൻ്റെ ഇൽമില്ലാത്ത ഒരാൾക്ക് ഒരിക്കലും ഷെയ്ഖാകാൻ പറ്റൂല. ഇത് ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു, കക്കാട് ഫൈസിയുടെ വിഷയം. കക്കാട് ഫൈസി അദ്ദേഹത്തിൻ്റെ ഷെയ്ഖിന് ശർഈയായ ഇൽമുണ്ടാവേണ്ട ആവശ്യമില്ല എന്നുള്ള ഒരു വാദമുണ്ട്. അതൊന്നും ശരിയല്ല. മഹാനായ അബ്ദുല്ലാഹിൽ അലവി അൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു പറയാണ്, അങ്ങനെ ശരീഅത്തിൻ്റെ ഇൽമില്ലാത്ത ഒരാൾക്ക് ഷെയ്ഖാകാൻ പറ്റില്ല. എന്നിട്ട് മഹാനവറുകൾ പറയാണ്, വ യതവറഅ അൻ ജമീഅൽ മഹാരിം. അതുപോലെ തന്നെ എല്ലാ ഹറാമിനെ തൊട്ടും മാറി നിൽക്കണം, ഹറാമിനെയൊക്കെ സൂക്ഷിക്കണം. അങ്ങനെയുള്ള ഒരാൾക്ക് ഷെയ്ഖാകാൻ പറ്റുള്ളൂ എന്ന് തുടങ്ങിയിട്ട് മഹാനവറുകൾ പറയുന്നു,
എന്നിട്ട് വാ യസ്ഹദ ഫിദ്ദുന്യ, ഈ ഐഹികമാകുന്ന ഈ സുഖ ആഡംബരങ്ങളൊന്നും അതൊക്കെ അവർ ത്യജിക്കേണ്ടതുണ്ട്. എന്നിട്ട് പറയാണ് വ അല്ല യശ്റാഫി മുദാവാത്തി വൈരിഹി ഇല്ലാ ബഅദ ഫറാഗിഹി ഫി മുദാവാത്തി നഫ്സിഹി, സ്വന്തം ശരീരത്തെ ചികിത്സിച്ച് അതിലുള്ള കേടുകളൊക്കെ മാറ്റിയിട്ട് വേണം മറ്റുള്ളവരെ നന്നാക്കാൻ ഇറങ്ങാൻ. പരിശുദ്ധ ഖുർആൻ അത് പറയുന്നുണ്ടല്ലോ, അത് അത്അ്മുറൂന അന്നാസ ബിൽ ബിർരി വ തൻസൗന അൻഫുസകും വ അൻതും തത്ലൂനൽ കിതാബ് എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ബഖറയിലോ ഒക്കെ കാണാം. നിങ്ങൾ സ്വന്തം ശരീരത്തെ ആദ്യം നന്നാക്കണം, എന്നിട്ട് മാത്രമേ നിങ്ങൾ മറ്റുള്ളവർക്ക് വാഴ്ന്നു പറയാൻ പാടുള്ളൂ എന്ന് പറയുന്ന സംഭവമുണ്ട്. അപ്പോൾ ഏതായിരുന്നാലും അങ്ങനെ സ്വന്തം ശരീരത്തെ ആദ്യം പറഞ്ഞ് നന്നാക്കിയിട്ട് ശേഷം മാത്രമേ ഒരാൾക്ക് മറ്റുള്ളവരെ നന്നാക്കാനുള്ള ശൈഖാകാൻ പറ്റുള്ളൂ എന്ന് മഹാനവർകൾ പറയാണ്. എന്നിട്ട് എന്നിട്ട് മഹാനവർകൾ പറയാണ് ഫ ഇയ്യാക ഒ മുത്താബഅത മല്ലം യകുൻ അലാ ഹാദിഹിൽ ഔസാഫ്, ഈ വിശേഷണങ്ങളൊന്നും ഇല്ലാത്ത ഒരാളെ നീ ശൈഖാക്കാൻ നിൽക്കണ്ട, നീ അവനെ സൂക്ഷിച്ചോ എന്ന് മഹാനവർകൾ പറയാണ്. കാരണം ഫ ഇന്നഹു മിൻ ജുനൂദി ഷയാത്തീൻ, അവൻ ശൈത്താനാണ്, അവൻ ശൈത്താന്മാരിൽപ്പെട്ട ആളാണ്. ഫ ഇന്നഹു മിൻ ജുനൂദി ഷൈത്താൻ, അവൻ ശൈത്താന്മാരിൽപ്പെട്ടവനാണ്. വഅത്തബിർ അഖ്വാലഹു വഅഫ്ആലഹു വഅഹ്വാലഹു വസിൻഹാ ബിമീസാനി ശരീഅത്തി വത്വരീഖ, അതുകൊണ്ട് അവൻ്റെ എല്ലാ അടക്കവും ചലനവും എല്ലാം നീ നിരീക്ഷിച്ചുകൊണ്ട് അതിനെയെല്ലാം നീ ശരീഅത്തിൻ്റെ ഇൽമിൻ്റെ ആ മീസാന് കൊണ്ട്, അതിൻ്റെ തുലാസ് കൊണ്ട് നീ തൂക്കി നോക്കണം, മാറ്റുരച്ച് നോക്കണം, എന്നിട്ട് മാത്രമേ അവനെ നീ സ്വീകരിക്കാൻ പാടുള്ളൂ എന്ന് മഹാനവറുകൾ പറയാണ്. എന്നിട്ട് ഫ ഇൻ റഅയ്ത ഷൈഅൻ മുഖാലിഫൻ ലഹുമാ, എന്നിട്ട് നീ ശരീഅത്തിനെതിരാകുന്ന എന്തെങ്കിലും ഒരു കാര്യം ആ പറയപ്പെട്ട വലിയിൽ നീ കാണുകയാണെങ്കിൽ ഫറുദ്ദഹു, അവനെ നീ തള്ളിക്കോളണമെന്ന് മഹാനായ ഔലിയാക്കളുടെ നേതാവാകുന്ന അബ്ദുല്ലാഹിബ്നു അലവിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു പറയാണ്. അപ്പോൾ ശരീഅത്ത് അവർക്ക് വേറൊരു ശരീഅത്ത്, ഇവർക്ക് വേറൊരു ശരീഅത്ത്, അങ്ങനൊന്നുമില്ല, അതൊക്കെ പച്ച കളവ് പറയാണ്. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇദ്ദേഹം ഈ പറഞ്ഞത് അത് ഒരിക്കലും ശരിയല്ല, അത് ഒരിക്കലും ശരിയല്ല. കാരണം ഔലിയാക്കൾക്ക് വേറൊരു ശരീഅത്താണ് എന്ന് പറയുന്ന വാദം അത് ഔലിയാക്കൾ സമ്മതിച്ചിട്ടില്ല, അത് ഇസ്ലാമിലുള്ളതല്ല എന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. അതുകൊണ്ട് ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞ് ഇദ്ദേഹത്തിലൊരു ത്വരീഖത്തുണ്ട്, തീജാനി ത്വരീഖത്ത് എന്ന് പറയുന്ന ത്വരീഖത്തുണ്ട്. അപ്പോൾ തീജാനി ത്വരീഖത്ത്, അതും ഇന്നലെ പറഞ്ഞതുപോലെ യഥാർത്ഥമായ ത്വരീഖത്തുകാരുണ്ടായിരുന്നു, അതുപോലെ തന്നെയാണ് തീജാനി ത്വരീഖത്ത് യഥാർത്ഥമായിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ പേരിലൊക്കെ ഒരുപാട് കടത്തിക്കൂട്ടലുകൾ നടത്തിയിട്ട് അതിൻ്റെയൊക്കെ പേരിൽ നടക്കുന്ന വ്യാജ ത്വരീഖത്തുകാർ എമ്പാടുമുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പ്രചാരണമാണോ ഇത് എന്ന് ഒക്കെ സംശയിക്കുകയാണ്. ഏതായിരുന്നാലും ഈ പറഞ്ഞത് ശരിയല്ല. കാരണം ഔലിയാക്കൾക്ക് വേറെ ഒരു ശരീഅത്തൊന്നുമല്ല, എല്ലാവർക്കും മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ശരീഅത്ത് എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈമാൻ സലാമത്താക്കി തരുമാറാകട്ടെ. അതോടൊപ്പം കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്, ഇന്നലെ നമ്മൾ റഹ്മത്തില്ല ഖാസിമി എന്ന് പറഞ്ഞപ്പോൾ ചില ആളുകളൊക്കെ തെറ്റിദ്ധരിച്ചു. അത് തെറ്റിദ്ധരിക്കേണ്ട ഒരു കാര്യവുമില്ല. കാരണം റഹ്മത്തില്ല, റഹ്മത്തല്ലാഹ്, റഹ്മത്തുല്ലാ എന്നൊക്കെ ആ പ്രയോഗത്തിൽ അങ്ങനെയാണ് ഉള്ളത്. അപ്പോൾ ആ പേരിന് അങ്ങനെയും പ്രയോഗിക്കാം എന്ന് ചുരുക്കത്തിൽ മനസ്സിലാക്കാം. അള്ളാഹു നമുക്ക് നല്ലത് പറയാനും നല്ലത് മാത്രം സ്വീകരിക്കാനും അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ.